ആദരണീയരായവരെ, കഴിഞ്ഞ വർഷം എപ്പോഴോ വന്നപ്പോഴും ഈ കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ താഴെ വിളിച്ചുകൊണ്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, ഇത് നമ്മുടെ നേരത്തെയുള്ള കരാറിലില്ലാത്ത കാര്യമാണ്. നമ്മുടെ കരാറ് പ്രകാരം നമ്മൾ കുർബാനയ്ക്ക് വരുന്നു, കുർബാന കഴിഞ്ഞ് മടങ്ങുന്നു എന്നുള്ളതാണ്. ഈ കരാറിലില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ വർഷവും ഇത് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒരു മതബോധന പരിപാടിയുണ്ട്, ഒന്ന് വരണം, 2 ഭാഗത്ത് പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴും അച്ഛൻ അതിനെ ഞാൻ ആവർത്തിച്ചത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മതബോധന വിദ്യാർത്ഥികളും മതബോധന രംഗവും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ആദ്യമേ ഞാൻ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ പ്രാർത്ഥന ഡാൻസ് കളിച്ചത് നമ്മുടെ മതബോധന അധ്യാപകരാണ് അല്ലേ? അവരെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കൈ കൊടുക്കുക. നിങ്ങൾ കണ്ടല്ലോ, അവർ നന്നായിട്ടാണല്ലോ ഡാൻസ് കളിച്ചത്. അതെ, ഈ അപൂർണതകൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അപൂർണതയിലാണ് ഒരു പൂർണ്ണതയും ഒരു രസമുള്ളത്. സാധാരണ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴും എന്തെങ്കിലും തെറ്റുകൾ വന്നാലും നമ്മൾ അത് സന്തോഷിക്കുന്നുള്ളൂ അല്ലേ? ഇവിടെയും നമ്മുടെ മുതിർന്നവരും ഇളപ്രായക്കാരുമായിട്ടുള്ള നമ്മുടെ അധ്യാപകരാണ് ഡാൻസ് കളിച്ചത്. വളരെ നന്നായിട്ട് അവരത് ചെയ്തു. എന്തായാലും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് കുഞ്ഞുങ്ങൾക്കും പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, മതബോധന രംഗം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് മാത്രമാണ്. ഞാൻ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ നമ്മളെല്ലാം കൊടുത്ത് അവരെ വളർത്തുന്നു. പക്ഷെ എല്ലാം കൊടുത്ത് വളർത്തുമ്പോഴും എല്ലാം കൊടുക്കുന്നതിനും മേലെ അപ്പുറം ദൈവത്തെ അവർക്ക് കൊടുത്തുകൊണ്ട് മാത്രമല്ല, അത് അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അവർക്ക് ഈ കൂദാശകളിലൂടെയും വചനത്തിലൂടെയും സഭാ ശുശ്രൂഷകളിലൂടെയും ഒക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഇടം നമ്മുടെ കുടുംബങ്ങളാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് ദൈവത്തെ അവർ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അതിന് ഒരു അല്പം കൂടെ സഹായകമായിട്ടാണ് മതബോധന രംഗം പ്രവർത്തിക്കുന്നത്. മതബോധന രംഗത്ത് അല്പം കൂടെ പ്രായമായി കഴിയുമ്പോൾ അല്ലേ അവര് ഈ മതബോധന രംഗത്ത് വരുന്നു. ഇവിടെ മതബോധന അധ്യാപകരും ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സും നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് മക്കളെ വാസ്തവത്തിൽ ഈ ഒരു വിശ്വാസ ശിക്ഷണത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെല്ലാം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ മറന്നു പോകുന്നത് ഈ ദൈവ അനുഭവമാണ്. ഈ ദൈവ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. നമുക്കറിയാം. അതുകൊണ്ട് ആ അനുഭവം മക്കൾക്ക് കൈമാറാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഈ ഇടവകയിലെ മതബോധന രംഗത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ഇവിടെ അച്ഛന്മാരോട് ചോദിച്ചു, ഇത്രയും അധ്യാപകർ ഈ ആറ്റിങ്ങിൽ ഇടവകയിൽ ഇങ്ങനെ മതബോധന രംഗത്തുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് ഒരു ചെറിയ സമൂഹമാണ്, പക്ഷേ ഇത്രയും അധ്യാപകര് നമ്മളോട് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ദൈവ സ്നേഹത്തിൽ ദൈവ അനുഭവത്തിൽ വളർത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നതിലുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഈ മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. മക്കൾ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവികമായ പാതയിൽ വളർന്ന് അവരുടെ ജീവിതങ്ങൾ ശോഭനമാകട്ടെ, നന്മപൂർണ്ണമാകട്ടെ, എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മതബോധന വാർഷികം 2025 മതബോധന വാർഷികം നിങ്ങളെല്ലാവരുടെയും ആശീർവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. കാരണം കുടുംബത്തിൽ നിന്നാണ് ഈ മക്കൾക്ക് വിശ്വാസം ഏന്തുന്നത്. അതുകൊണ്ട് ഞാൻ തിരുക്കുടുംബത്തിൻ്റെ ഒരു 4 വരി പാട്ട് പാടാം. നിങ്ങൾ പാടണം. ഞാൻ പറയുന്നത് പാടാം, നിങ്ങളത് ഏറ്റവും പാടിയാൽ മതി. ഞാൻ ആദ്യം 4 വരി പാടാം. ഈശോ മറിയം യൗസേപ്പ് പിതാവേ
ഈശോ മറിയം യൗസേപ്പ് പിതാവേ, ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. കരയുന്ന മനസ്സിനു കനിവാകണേ, കുടുംബങ്ങളിൽ ശാന്തി പകരേണമേ. കരയുന്ന മനസ്സിനു കനിവാകണേ, കുടുംബങ്ങളിൽ ശാന്തി പകരേണമേ. ഈശോ മറിയം യൗസേപ്പ് പിതാവേ. ഇതിപ്പോ ഞാൻ പാടി അല്ലേ? ഈശോ മറിയം യൗസേപ്പ് പിതാവേ, ഈശോ മറിയം യൗസേപ്പ് പിതാവേ, ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. കരയുന്ന മനസ്സിനു കനിവാകണേ, കരയുന്ന മനസ്സിനു കനിവാകണേ, കുടുംബങ്ങളിൽ ശാന്തി പകരേണമേ. കുടുംബങ്ങളിൽ ശാന്തി പകരേണമല്ലോ ക്രിസ്ത. ഈശോ മറിയം യൗസേപ്പ് പിതാവേ, ഈശോ മറിയം യൗസേപ്പ് പിതാവേ, ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. ഈ മണ്ണിലെന്നും പുലരേണമേ, ഞങ്ങളിലെന്നും വസിക്കേണമേ. കരയുന്ന മനസ്സിനു കനിവാകണേ, കുടുംബങ്ങളിൽ ശാന്തി പകരേണമേ. കരയുന്ന മനസ്സിനു കനിവാകണേ, കുടുംബങ്ങളിൽ ശാന്തി പകരേണമേ. ഈശോ മറിയം യൗസേപ്പ് പിതാവേ.